കായംകുളം ഇത് അന്ന് തന്നെ അത് ശ്രദ്ധയിൽ വന്നതാണ്. കാരണം ആ തരത്തിലൊരു ഒഫൻസാണല്ലോ. കാരണം പൊതുവേ നമ്മൾ ഈ സമയത്ത് സ്നാച്ചിങ്ങും ചിലപ്പോൾ ഈ കിടന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തുകൊണ്ടൊന്നും കാശ് എടുത്തു കൊണ്ടുവന്ന കേസുകളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. മൊളസ്റ്റേഷൻ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കേൾക്കുന്നത്. ഇനി ഒരു പക്ഷേ ഇനി പറയാത്തതാണ്, എനിക്കും അറിയില്ല. ഏതായാലും അങ്ങനത്തെ ഒരു സംഭവം കേൾക്കണം. അതുകൊണ്ട് തന്നെ അതിന് ആ ഇനീഷ്യൽ സ്റ്റേജ് റിപ്പോർട്ട് ചെയ്ത ആ ദിവസം മുതൽക്ക് തന്നെ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി സംഭവം നടന്നു. അവിടുന്ന് ഇവിടുന്ന് മലയാറ്റൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്നതായിരുന്നു ആ ടീം ഓട്ടോറിക്ഷയിൽ. അപ്പോൾ ഈ പറയുന്ന അതിലുള്ള ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന കംപ്ലൈനൻ്റ്, പിന്നെ കംപ്ലൈനൻ്റിൻ്റെ ഒരു ഫ്രണ്ട്, അവരുടെ ഹസ്ബൻഡ്, 2 മക്കൾ ഒന്നിച്ചാണ് ആ വണ്ടിയിലുണ്ടായിരുന്നത്. പിന്നെ ഒരു ബൈക്കുകാരനായിട്ടുള്ള എന്തോ ഒരു ഇതാണ്, ബൈക്കുകാരനെ തട്ടിയിട്ടില്ല, അത് ആ സ്പോട്ടിൽ വെച്ചിട്ട് ഒരു ഡിവൈഡർ തട്ടി. അങ്ങനെ അതിൽ ഒരാൾക്ക് ഡ്രൈവ് ഓടിച്ച ആൾക്കാർ തോന്നുന്നു ഒരു ഹെഡ് ഇഞ്ചുറി, ബ്ലീഡിങ് ഇഞ്ചുറി ഉണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും വേറെ പരിക്കൊന്നും പറ്റില്ല. ഈ വിക്ടിം ആ സമയത്ത് എഴുന്നേറ്റ് നിന്നിരുന്നു. പിന്നെ കഴിഞ്ഞത് ഒരു ഗിഡിനെസ് ഫീൽ ചെയ്തപ്പോഴാണ് ആ സമയത്ത് അവിടെ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിൽ 3-4 പേര് കൂടി അവിടെ വന്നിരിക്കുന്ന ഒരു ഗൂഡ്സ് ആയിട്ടുള്ള ഒരു ഓട്ടോറിക്ഷ അതിലേക്ക് കയറ്റി ഡ്രൈവറെ കൂടെ തന്നെ ഇരുത്തിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ ഈ പ്രതിയായിട്ട് പറയുന്ന ആളും മറ്റൊന്ന് ഹോസ്പിറ്റലിലേക്ക് അക്കമ്പനി ചെയ്തിട്ടില്ല, സ്പോട്ടിൽ വെച്ചിട്ട് ഈ സീനിൽ നിന്ന് ആ വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്തുള്ളതാണ് ഈ പറയുന്ന കുട്ടി പറയുന്ന മൊളസ്റ്റേഷനിലെ ചാൻസ്. ഹോസ്പിറ്റലിൽ പോയി ഫസ്റ്റ് ഡോക്ടറെ കാണുന്നുണ്ട്. ആ സമയത്ത് ഫസ്റ്റ് 2 ഒപ്പിച്ചിട്ടെടുക്കുന്നുണ്ട്. ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് എന്തോ പറഞ്ഞിട്ടില്ല. പിന്നെ അതിന് ശേഷം എക്സ്റേ എടുക്കുന്ന സമയത്ത് ആ ടെക്നീഷ്യനാണ് ഫസ്റ്റ് പറയുന്നത് തോന്നുന്നു. അങ്ങനെയാണ് പിന്നെ ഡോക്ടർ എടുത്തത്. ഡോക്ടർ വൂണ്ട് സർട്ടിഫിക്കറ്റിൽ ഈ മെഡിക്കൽ നടത്തിയിട്ടില്ല പറഞ്ഞാൽ മനസ്സിലായില്ല. മെഡിക്കൽ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്, മെഡിക്കൽ ആ സമയത്ത് നടത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ഒരു രജിത്ത് എന്തോ ഡോക്ടർ, ഒരു ലേഡി ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ്, അവർക്ക് വേണ്ടി റെഫർ ചെയ്തുവാണ് നെക്സ്റ്റ് ഡേ. പക്ഷെ അടുത്ത ദിവസം പിന്നെ നടന്നിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഡേ അത് ഹോസ്പിറ്റലിൽ നിന്ന് കറക്റ്റായിട്ട് ഇൻറ്റിമേഷൻ കിട്ടിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷൻ ഇൻറ്റിമേഷൻ പ്രകാരം അടുത്ത ദിവസം സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോർമലി ചെയ്യുന്ന ഒരു പ്രൊസീജിയേഴ്സ് എല്ലാം കേസ് രജിസ്റ്റർ ചെയ്തു. ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് 183 എന്നാണ് പറയുക, മുമ്പ് 164, അത് പ്രകാരം ഇതെടുക്കാൻ വേണ്ടി CGM-ന് കൊടുത്തു. അത് മറ്റേ പോക്സോ ഓഫൻസ് റേപ്പ് കേസൊക്കെ ആണെങ്കിൽ വിതിൻ 24 hours എന്നുള്ള ഒന്നുണ്ട്, ഇത് കൊടുത്തു. ഇനി CGM നോട്ടീസ് കൊടുത്തിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. അതിൻ്റെ പ്രോസസ്സ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ 2 ദിവസമൊക്കെ നമ്മൾ ഈ ഇഷ്യൂ ആയ ദിവസങ്ങളിലൊക്കെ അത് ഹോളിഡേയ്സ് ആയിരുന്നല്ലോ. അപ്പോൾ ഒരു വിത്തിൻ 5-10 minutes ഗ്യാപ്പായിരിക്കും. ഒരു കുറച്ച് നേരത്തെ ഗ്യാപ്പ്. അല്ല, അതിലൊരു കാര്യം എന്താ അറിയോ, ഇപ്പൊ ഈ പറഞ്ഞതിന് ശേഷം ഞാൻ ഇതുവരെ ഈ പറയുന്ന വിക്ടിമിനെ കണ്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. പണ്ട് വേറൊരു പോലീസ് സ്റ്റാഫ് വെച്ച് കോൺടാക്ട് ചെയ്തിരുന്നു, ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ള. അപ്പോൾ അവരെ വെച്ചിട്ടൊന്നും, കാരണം ഇതൊരു ട്രാൻസ്പെറൻസി വെച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അതിലുള്ളത്. ഇതിൽ പോലീസിനൊന്നും ഹൈഡ് ചെയ്യാനില്ല, ഒന്നുമില്ല, പ്രൊസീജിയർ ചെയ്തു. അഥവാ ഈ പറയുന്ന ഒഫൻസ് എന്താണോ അതിൻ്റെ എല്ലാ ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ട് പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത് 100% അത്യാവശ്യമാണ്. അറിയാലോ, പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഈ തരത്തിൽ അവിടെ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് മൊളസ്റ്റേഷനൊന്നും ഇല്ല. അങ്ങനെ പറഞ്ഞു. അല്ല അങ്ങനെ എനിക്ക് മീഡിയ പറഞ്ഞൊരു ഇൻഫോർമേഷൻ, ഞാൻ അതൊന്ന് ചെക്ക് ചെയ്യാം. ആക്ച്വലി ആണോ തൊഴിൽ അല്ല, അത് ചെക്ക് ചെയ്യണം. ഞാൻ തരാം. ആക്ച്വലി ഈ പറഞ്ഞ ഇന്നലെ രാവിലെ മുതലാണ് ഈ സംഭവം അറിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഇത് ആക്റ്റീവ് ആവുന്നത്, കഴിഞ്ഞ ന്യൂസ് വന്നതിന് ശേഷം. അതിന് മുമ്പുള്ള എനിക്കിത് പ്രോപ്പർലി എല്ലാം നടക്കുന്നു മാത്രമേ അറിയുള്ളൂ. അപ്പം പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് നോക്കേണ്ട കാര്യമില്ല. ആ ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ അത് തൽക്കാലം പോലീസ് സ്റ്റേഷനിലെ ഇൻവെസ്റ്റിഗേഷൻ DYSP അന്വേഷിക്കാൻ വേണ്ടി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് DYSP ഇൻവെസ്റ്റിഗേഷൻ. രണ്ടാമത്തേത്, ഈ പോലീസിന്റെ നടപടി കൃത്യമായിട്ട് അത് വേണ്ട രീതിയിൽ നടന്നില്ല എന്ന് പറയുന്നത്, വൈകുന്നു എന്നാണ് പെൺകുട്ടിയുടെ ഒരു ഫോണിൽ സംസാരിച്ചപ്പോൾ പറയുന്നത്. ഒന്ന് വെരിഫൈ ചെയ്യാം. അത് അല്ല, വകുപ്പുകൾ ഞാൻ പരിശോധിച്ചു. വകുപ്പുകൾ തെറ്റൊന്നുമില്ല, വകുപ്പ് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന മറ്റു വല്ല പ്രൊസീജിയർ ഒന്നാമത്തെ കാര്യം, ഇത് കംപ്ലൈനന്റും പോലീസും തമ്മിൽ ഇതിൽ ഡിഫറൻസിന്റെ ഒപ്പിന്റെ ആവശ്യമില്ല. കാരണം ഇതൊരു സക്സസ്ഫുൾ പ്രോസിക്യൂഷനാണ് നമ്മൾ ഈ സമയം മുതൽ അത് നോക്കുന്നത്. ആ തരത്തിലുള്ള എന്തെങ്കിലും
വീഴ്ചകളോ മറ്റേതെങ്കിലും തരം ഒമിഷൻസോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് DYSPയുടെ ഇൻവെസ്റ്റിഗേഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്.